ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്ലറ്റ്സിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആൽബമാണ്. അപ്പോൾ അതിൽ കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാനിങ്ങനെ അലമാരിയിൽ എന്തോ എടുക്കാനായിട്ട് തുറന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, കാണിക്കാം എങ്ങനെയായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക്, അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു മെമ്മറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡേറ്റിൽ ചെറിയ വ്യത്യാസം ഞാൻ ഡേറ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തത്. 25 ഫെബ്രുവരിയാണ് ഇവരുടെ ബർത്ത്ഡേ. പക്ഷേ ആ ഒരു ദിവസം ഹാള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാർച്ചിലത്തേക്ക് മാറ്റിയിട്ടാണ് ചെയ്തത് കേട്ടോ. അതാണ് ആ ഒരു ഡേറ്റാണ് അവർ സ്റ്റുഡിയോക്കാർ വെച്ചേക്കുന്നത്. ഞാൻ ഡേറ്റ് ചേഞ്ച് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവരത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ പ്രിൻ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ ആയി. അതുകൊണ്ട് പിന്നെ അത് മാറ്റാനായിട്ട് നിന്നില്ല കേട്ടോ. അതുപോലെ അമ്മുൻ്റെ പേരിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഹലൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഹല എന്നാണ് അവളുടെ പേര് കേട്ടോ. അപ്പോൾ 3 പേരുടെയും ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജിൽ കാണുന്ന ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ 3 ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുന്നു. പൊന്നൂസ് നല്ല ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മു കണ്ടോ മുഖം വീർപ്പിച്ച് വെച്ചിട്ടിരിക്കുന്ന. ഉണ്ണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുവാണ് സ്റ്റില്ലായിട്ട്. നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതല്ലായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഡ്രസ്സ്. ഇതാണ് ബർത്ത്ഡേക്ക് ഇട്ടിരുന്ന ഡ്രസ്സ്. 2 പേരും വൈറ്റ് നെറ്റിൻ്റെ ഇങ്ങനെ വരുന്ന നല്ല അടിപൊളി ഫ്രോക്ക്. കുറച്ച് വലുതായിരുന്നു കേട്ടോ. അടിപൊളി ഫ്രോക്കാണ് ഇട്ടിരുന്നത്. പക്ഷേ അമ്മുന് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ പിറത്ത് കയറി തട്ടിയാലൊക്കെ നല്ല പിറമൊക്കെ അങ്ങ് ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞിട്ട് ഇങ്ങനെ തടിച്ച് വരും കേട്ടോ. അപ്പോൾ അവർക്കത് ഇടുന്ന ഇഷ്ടമേ അല്ല. പട്ടുടുപ്പ് പാവടെ, പിന്നെ ഇതുപോലത്തെ ഫ്രോക്ക്, ടീഷർട്ടും ഷോർട്സും അല്ലാതെ അവൾ ഇതുവരെ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രോക്ക് ഇടുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. പൊന്നൂസിന് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഉണ്ണിയുണ്ടോ കോട്ടൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ടൈയൊക്കെ കെട്ടിയിട്ട്. ഇതാണ് സ്പെല്ലിങ്ങിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. ഹല എന്ന് എഴുതാനുള്ള ആണ് എഴുതാനുണ്ടായിരുന്നത്, അവിടെ N ആയിപ്പോയി. ഹലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രൗണൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് 2 ഉണ്ണിമോൻ കോട്ടും സൂട്ടും ടൈയൊക്കെ ഇട്ടിട്ട് കുറച്ച് വലുതായിരുന്നു കേട്ടോ ഉണ്ണിക്ക് പാൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുരുക്കി വെച്ചേക്കുവാണ്. ഇവർക്ക് അമ്മുനും പൊന്നുവിനും ഫ്രോക്ക് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അതൊന്ന് കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഫാമിലി പിക്ക്. അടിപൊളിയായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഫെബ്രുവരിയിലായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടായിട്ട് AC ഉണ്ടായിരുന്നു ഹാളിൽ. പക്ഷേ ഇവർക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കണക്കായിരുന്നു. ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടി നടന്നത് കടയ്ക്ക് ഗ്യാഗോല് വെച്ചിട്ടായിരുന്നു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാർ, അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരു പാർട്ടി നടത്താൻ കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് ട്രിപ്ലറ്റ്സ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവായിരുന്നു, NICയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആർക്കും അങ്ങനെ വന്ന് കാണാനോ കേൾക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അവരെ വന്നൊന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഫങ്ഷനായിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നല്ല വലിയ ഫ്രെയിമിൽ 3 ഇരിക്കുകയാണ്. നല്ല ക്യൂട്ടായിരുന്നു. നോക്ക് എത്ര പെട്ടെന്ന് കുട്ടികൾ വളരുന്നല്ലേ. 7 വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ. ഞാൻ ശരിക്കും വിചാരിക്കും ഈ ഒരു പ്രായമൊന്നും നമുക്കിനി ഒരിക്കലും ആ ഒരു കളിയും ചിരിയും അങ്ങനെയുള്ളതൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. ക്രൗണൊക്കെ കൊണ്ടോ, ക്രൗൺ എന്തോ തലയിലിരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് പൊന്നൂസ് അതെല്ലാം വലിച്ച് പറിച്ച് കളയാൻ നോക്കുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും ചിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. 3 ക്യൂട്ടായിട്ടുണ്ട്. പൊന്നൂസ് ഭയങ്കര ശാന്തമായ സ്വഭാവമാണ്. അമ്മു അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. അമ്മുവിന് ഭയങ്കര ബഹളമാണ്. ഒരുപാട് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല, ലിഫ്റ്റിൽ കയറുന്നത് ഇഷ്ടമല്ല, എവിടെയെങ്കിലും റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ ഡോർ അടയ്ക്കുന്നത് ഇഷ്ടമല്ല. ഒരു 2 വയസ്സ് വരെ, ഏകദേശം ഒരു 2 വയസ്സ് വരെ അതേ ഒരു ശീലമായിരുന്നു കേട്ടോ. എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭയങ്കര നിർബന്ധവും ബഹളവും, ആരടുത്തും പോകത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പം ബർത്ത്ഡേക്ക് ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. കുഞ്ഞുമ്മയും ഉമ്മച്ചിയുടെ സഹോദരിയും പിന്നെ അമ്മും പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഹാളിന് വെളിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് ബഹളമായിരുന്നു, കരച്ചിലും വിളിയും ബഹളം. മിക്ക ഫോട്ടോകളിലും അവർ 3 പേരും ഉള്ള ഫോട്ടോകളിലും ചിലതിലൊന്നും അവർ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഉണ്ണി ഇരിക്കുന്നത്, ഉണ്ണി കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് ആ ഒരു ഫോട്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ പിരികമൊന്നും എഴുതത്തില്ല കേട്ടോ. എനിക്ക് പിരികം എഴുതുന്നതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. എല്ലാവരും പറയും പിരികം എഴുതാത്ത എന്താ, കുട്ടിയൊക്കെ പിരികം വലുതാകുമ്പോഴത്തേക്കും വരത്തില്ല പിരികം എഴുതിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷെ ഞാൻ ഇവർക്ക് 3 ആൾക്കും പിരികമൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോഴും നല്ല കട്ടിക്കുള്ള പിരികമൊക്കെ തന്നെയാണ് കേട്ടോ അവർക്കുള്ളത്. ഇത് ഉമ്മച്ചിയാണ്. ഉമ്മച്ചിയും അമ്മും പൊന്നും ഉണ്ണിയും കൂടി ഇരിക്കുവാണ്. താഴെ കാണുന്നതും ഉമ്മച്ചിയുടെ കൂടെ അമ്മ ഇരിക്കുന്നത്. അമ്മൂന് എന്തോ ഒരു ബുദ്ധിമുട്ട് കണക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലെ നമ്മൾ വന്ന ടൈമിലാണ് ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് മച്ചുവിൻ്റെ ഉമ്മയും ഉപ്പായും. അമ്മ കരയുന്നുണ്ടോ? അമ്മൂന് ഭയങ്കര ബഹളമായിരുന്നു. ഈ ആൾക്കാരെയും കൂട്ടത്തെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളെ പിടിച്ചിരുത്തിയേക്കുന്നത്. ബഹളമെന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു. ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോഴും വായിൽ ഇങ്ങനെ വിരൽ വയ്ക്കുന്ന സ്വഭാവമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇത്രയും വലുതായിട്ടും 7 വയസ്സായിട്ടും ഇതുവരെയും അത് മാറിയിട്ടില്ല. ആ ഒരു വായിൽ വിരൽ വെച്ചിട്ട് ഉള്ള സ്വഭാവം അതിപ്പോഴും ഉണ്ട്. മച്ചുവിൻ്റെ കൂടെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. കരയുന്നുണ്ടോ? പാവം തോന്നുന്നു കരയുന്നതാണിപ്പോൾ. പിന്നെ മച്ചു 3 ദിവസത്തെ ലീവിനാണ് കേട്ടോ. സർപ്രൈസായിട്ടാണ് വന്നത്. പാർട്ടി അറേഞ്ച് ചെയ്തതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വരത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലാസ്റ്റ് വന്നതാണ്. ഇതിപ്പോൾ അമ്മു ഇല്ലാത്ത ഫോട്ടോ എടുത്തതാണ്. ഇവർ 2 ആൾ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവൾ വിളിയായിരുന്നു, ബഹളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നില്ല. ഇത് ഉപ്പായും പൊന്നും ഉണ്ണിയും കൂടി ഇരിക്കുക. ഇത് കുഞ്ഞുമ്മയുടെ മോള് ചിഞ്ചു എന്നാ പേര്. അവളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം മറ്റോ ആയിരുന്നു. കുട്ടികളൊന്നും ആയിട്ടില്ല. ഇപ്പം അവൾക്ക് മോനുണ്ട്. പിന്നെ ഇത് വലിയമ്മച്ചി ഇവർക്ക് 2 വയസ്സാവുന്നതിന് 1 മാസം മുമ്പ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മച്ചിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത് ആ വൈറ്റ് തട്ടിട്ടേക്കുന്നതാണ് വലിയമ്മച്ചിയുടെ അടുത്ത് ഇരിക്കുന്നത് മാമിയുടെ ഉമ്മയാണ്, മാമിച്ചിയുടെ വൈഫിൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ച ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ഉച്ചയ്ക്കാണ് ഫങ്ഷൻ ഉണ്ടായിരുന്നത്. ഒരു ചോറ് കഴിക്കുന്ന ടൈമിലായിരുന്നു. അതാണ് മാമിയുടെ ഉമ്മ, വലിയമ്മച്ചി, ഒരു 3 ആളുമാണത്. പിന്നെ മച്ചുവിൻ്റെ മാമിമാരും താത്താമാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വിളിച്ച ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 ആളുടെയും ഫോട്ടോ കൊടുത്തിട്ടാണ് കേക്ക് ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിഞ്ചു, ഉമ്മച്ചി, ഞാൻ, വലിയമ്മച്ചി, പിന്നെ അത് മച്ചുവിൻ്റെ മാമിയാണ് കേട്ടോ. മാമിയും അവരൊക്കെയാണ്. ഉണ്ണൂട്ട് ആരുടെ കയ്യിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യം മച്ചു അമ്മൂനെ കൊണ്ടാണ് കട്ട് ചെയ്യിക്കുന്നത് കേട്ടോ. പക്ഷേ സമയം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പൊന്നൂസാണ് ഫസ്റ്റ് ബേബി അവൾ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ബേബി ഉണ്ണിമോനായിരുന്നു. അവന് 2 സെക്കൻഡ് വ്യത്യാസത്തിലായിരുന്നു. പിന്നെ അമ്മും ഉണ്ണിയും തമ്മിൽ 1 സെക്കൻഡ് വ്യത്യാസം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 ആൾ മോന് ഉപ്പായാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ആളും കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് അവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് എല്ലാവർക്കും കേക്ക് എല്ലാവരും കാറ്ററിങ്ങിന് നിന്ന ആൾക്കാർ തന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് ഓരോ പീസ് വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതാണ്. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഹാപ്പിയാണ്. ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയതാണ് 3 ആൾ. ഒരു 9 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതാണ് കേട്ടോ കുഞ്ഞ മൂത്ത മോള്. അവിടെ ഹസ്ബൻഡാണ് ബേക്കിൽ നിൽക്കുന്നത്.
പിന്നെ ഇത് കുഞ്ഞുമ്മയുടെ 2 മക്കളെ, രണ്ട് മക്കൾ, അവർ രണ്ടുപേരുടെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര ബഹളമായിട്ടൊന്നും ഇവർ ബഹളമൊന്നും വെച്ചില്ല കേട്ടോ. ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോഴൊന്നും പൊന്നൂസും ഉണ്ണിക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മൂന് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് രണ്ടാമത്തെ അനിയനാണ്. അനിയൻ ലീവിന് വന്ന ടൈമിലായിരുന്നു. അനിയൻ്റെ മോളാണ് കൈയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഇതെല്ലാം നമ്മുടെ ഇത് മൂത്ത അനിയൻ്റെ 2 മക്കളാണ് ഉപ്പാടെ സൈഡിലിരിക്കുന്നത്. ഇളയ അനിയൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ മോളാണ് ഉമ്മയുടെ കയ്യിരിക്കുന്നത്. അപ്പോൾ അവർ മൂന്നാൾ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഒത്തിരി ആൾക്കാർ നിന്ന് ഫോട്ടോ എടുത്തു. ഇതൊക്കെ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇനി വീഡിയോ ആണെങ്കിലും നമുക്ക് വീഡിയോ എപ്പോഴും ഇട്ട് കാണാനും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാലും നമുക്കിങ്ങനെ ഇതുപോലെ മറിച്ച് നോക്കി കാണാനൊക്കെ പറ്റും. പിന്നെ ഇത് മൂന്നാളും ഞങ്ങൾ രണ്ടും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ ഇനി എടുക്കാൻ പറ്റത്തില്ലല്ലോ മൂന്നാളെയും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് മച്ചുവിൻ്റെ ഇളയ മാമയുടെ വൈഫും മോളുമാണ്, ഉമ്മയും, മച്ചുവിൻ്റെ ഉമ്മയും. അപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. ഞങ്ങളും ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരെയും വിളിച്ച് കാണിക്കാനൊക്കെ പറ്റി. ഇവർ NICയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഒത്തിരി നാൾ പുറത്തുനിന്ന് ആരെയും കാണാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരെയും കാണിച്ചതുമില്ല. ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ആവുമല്ലോ, എന്നിട്ട് എല്ലാവരെയും വിളിക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. ഇത് ഞങ്ങളുടെ മക്കളെ നോക്കാനായിട്ട് നിന്ന ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് തന്നെ, ഭയങ്കര ഹെൽപ്പായിരുന്നു ആൻറ്റി. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഈ ഒരു ഫോട്ടോയിൽ മാത്രമാണ് കേട്ടോ എൻ്റെ അമ്മ ചിരിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഫോട്ടോയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത്. 2 പല്ലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം പൊന്നൂസിനാണ് പല്ല് വന്നത്, അതിനുശേഷം ഉണ്ണിക്ക് വന്നു, അതിനുശേഷമാണ് ഏറ്റവും ഇളയത് അമ്മുവല്ലേ, അമ്മുവിനാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. 2 പല്ലൊക്കെ ആയിട്ട് ക്യൂട്ടായിട്ട് ചിരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇവർ നിൽക്കുമായിരുന്നു, 2 സ്റ്റെപ്പൊക്കെ നടക്കുമായിരുന്നു എന്ന് തോന്നുന്നു. 2 സ്റ്റെപ്പൊക്കെ നടക്കുമായിരുന്നു. എന്നാലും അമ്മുവിന് ഭയങ്കര പേടിയാണ് വീഴുമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നത്. പൊന്നൂസ് നിൽക്കും കേട്ടോ. പൊന്നൂസും ഉണ്ണിയും അങ്ങനെ നിൽക്കും, അമ്മു അങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ 3 ആളിങ്ങനെ ഇരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഫോട്ടോയാണ്.